guys, welcome back to my channel Food for my wife. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു നാടൻ രീതിയിലുള്ള ഒരു പോത്തിറച്ചി കറിയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായും 3 മിനിറ്റ് കണ്ടതിന് ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 2 വെളുത്തുള്ളി ഇടാം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, പപ്പായ ഒരു തുണ്ട് കണ്ടിച്ചാണ്. ഇനി നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. 1 കിലോയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി 1 കപ്പ് 150 ഗ്രാമാണ്, ഇട്ട് കൊടുക്കാം. പിന്നെ പട്ടയുടെ ഒരു തുണ്ടും ഒരു തക്കോലവും നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കോലം ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. 2 ഗ്രാമ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് 1 ടേബിൾ സ്പൂണ് ഇവിടെ ഇടാം, വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് അടുപ്പിൽ വെച്ച് വേവിക്കുക. ഇവിടെ ഇറച്ചി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്, ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതേപോലെ 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും. അടച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് റോസ്റ്റ് ചെയ്ത് അവസാനം കറിയിൽ ആയതിനു ശേഷം അതിൽ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു ടേസ്റ്റായിരിക്കും. മൂത്ത് വന്നു. ഇനി നമുക്ക് കോരി മാറ്റാം. കറി ആയതിനു ശേഷം അവസാനം ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നല്ല വഴറ്റുക. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെറുള്ളിയൊക്കെ ചേർക്കുമ്പം കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരും. ഇനി നമുക്ക് ഒരു സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്ന അതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ഇളക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അടുപ്പിൽ നമ്മൾ ഇറച്ചിയിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. പപ്പങ്ങയൊക്കെ ചേർക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് ഇറച്ചി വെന്ത് കിട്ടും. പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ചട്ടിയിലാകുമ്പോൾ അതിൻ്റെ നാടൻ തനതായ ഒരു രുചിയുണ്ടാവും. ഇതിലൂടെ ഇരുന്ന് വേവട്ടെ. അപ്പം എല്ലാം വെന്തുടഞ്ഞു. വെള്ളം ആവശ്യത്തിനുണ്ട്. നമ്മൾ മറ്റ് മസാല എല്ലാം കൂടെ ചേർത്ത് വരപ്പെടുത്തേക്ക് അടിപൊളിയാവും. നോക്കട്ടെ. ഒരു തുള്ളി മഞ്ഞൾപ്പൊടി, അല്പം മല്ലിപ്പൊടി,
അതേപോലെ 1 ടീസ്പൂൺ മുളക് പൊടി ഇളക്കി കൊടുക്കാം. തക്കാളി എല്ലാം പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വീണ്ടും അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ അരപ്പല്ലാതെ അവിടെ റെഡി ആയിരിക്കണം. തക്കാളിയെല്ലാം നല്ല വെള്ളം ഉണങ്ങി കഴിഞ്ഞു. നമുക്ക് ഇറച്ചിയിലൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഇറച്ചിയിലേക്ക് മസാല ഇതെല്ലാം ചേർത്ത് അങ്ങനെയാണ് നോക്കാം. ഇറച്ചിയെല്ലാം നല്ല വെന്ത് കഴിഞ്ഞു. നമ്മൾ അരപ്പ് ഇതിലേക്ക് മാറ്റി കൊടുക്കാം. അരപ്പ് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഒരു നുള്ളു ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു കുരുമുളക് പൊടി. അതുപോലെ ഇളക്കി കൊടുക്കാം. അത് നമ്മുടെ നാടൻ പോത്തിറച്ചി റെഡിയായിരിക്കുകയാണ്. അല്പം കറിവേപ്പിലും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നു. അതേപോലെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും നാടൻ ശൈലിയിലുള്ള ഈ പോത്തിറച്ചി കറി. നമുക്ക് തീ ഓഫ് ചെയ്യാം. തീർച്ചയായും എൻ്റെ കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ നാടൻ പോത്ത് കറി. നാടൻ പോത്തിറച്ചി കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്തു. താങ്ക് യു. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ നാടൻ പോത്തിറച്ചി കറി ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക്സ് അ ലോട്ട്.